ഹോർമുസിലെ പ്രതിസന്ധികൾക്കിടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ അനുവദിച്ചിരുന്ന ഇളവ് പിൻവലിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം. ഇതോടെ ചില റഷ്യൻ കമ്പനികൾക്ക് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിൽക്കാൻ കിട്ടിയ താൽക്കാലിക അനുമതി ഇതോടെ ഇല്ലാതായി. ലോകത്തെ 5 ക്രൂഡ് ഓയിൽ നീക്കം നടത്തിയിരുന്ന ഹോർമുസ് അടഞ്ഞതോടെ എണ്ണ വിപണിയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ചില റഷ്യൻ കമ്പനികൾക്ക് US 30 ദിവസത്തെ ഇളവ് നൽകിയിരുന്നു. നിലവിൽ കപ്പലുകളിൽ കയറ്റിയ ക്രൂഡ് ഓയിൽ വിൽക്കാൻ ഏപ്രിൽ വരെയായിരുന്നു ആ ഇളവ്. ഇത് പിന്നീട് 30 ദിവസത്തേക്ക് കൂടി നീട്ടിയെങ്കിലും മെയ് 16 അത് അവസാനിച്ചു. ഇളവ് നീട്ടില്ലെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചില കമ്പനികൾക്ക് നൽകിയ ഇളവ് യുക്രൈനിയൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണെന്ന് യുഎസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. റഷ്യയ്ക്ക് ഇളവ് നൽകിയെങ്കിലും യുഎസിലെ എണ്ണ വിപണിയിൽ ഇത് പ്രതിഫലിക്കുന്നില്ല എന്നും ചില ഡെമോക്രാറ്റിക് കൗൺസിലർമാർ ആരോപിക്കുകയും ചെയ്തു. നിലവിൽ യുഎസിലെ എണ്ണവില ഗ്യാലന് $4.50 ആണ്. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണിത്. എന്നാൽ ക്രൂഡ് ഓയിലിന്റെ രാജ്യാന്തര വില ബാരലിന് $105 മുകളിലുമാണ്. ഇറാൻ US യുദ്ധം വീണ്ടും തുടങ്ങിയേക്കുമെന്ന ആശങ്കകളെ തുടർന്ന് വില നിലവിൽ ത്തിന്റെ പാതയിലുമാണ്. അതേസമയം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വരവ് നിലച്ചതോടെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നത് പ്രധാന വസ്തുത. മെയിലെ ആദ്യ 2 ആഴ്ചകളിൽ പ്രതിദിനം 2.3 ദശലക്ഷം റഷ്യൻ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ വാങ്ങിയതെന്നാണ് കണക്ക്. മാർച്ചിൽ ഇത് പ്രതിദിനം 2.25 ദശലക്ഷം ബാരലായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി വർദ്ധിച്ചതായി കഴിഞ്ഞ ദിവസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവ്റോവും സമ്മതിച്ചിരുന്നു. ഇന്ത്യൻ കമ്പനികൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ 75 ദിവസത്തേക്ക് കൂടി ഇളവ് നൽകണമെന്ന് ഇന്ത്യ യുഎസിനോട് ആവശ്യപ്പെട്ടത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇരട്ടിയായത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ജീവിതത്തെയും സാമ്പത്തിക മേഖലയെയും സാരമായി ബാധിക്കുമെന്നും ഇന്ത്യ യുഎസിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം റഷ്യയ്ക്ക് പുറമെ വെനസ്വല, ഒമാൻ, ബ്രസീൽ, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങൽ വർദ്ധിപ്പിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വെനസ്വലയിൽ നിന്നുള്ള ഇറക്കുമതി മാർച്ചിൽ പ്രതിദിനം 1 ലക്ഷം ബാരൽ വീതമായിരുന്നുവെങ്കിൽ ഏപ്രിൽ ഇത് പ്രതിദിനം 2.8 ലക്ഷം ബാരലായി മാറി. മെയിലെ ആദ്യ 14 ദിവസങ്ങളിൽ വെനസ്വലൻ എണ്ണയുടെ ഇറക്കുമതി പ്രതിദിനം 3.93 ലക്ഷം ബാരലായിരുന്നു. ഏപ്രിലിൽ യുഎസിൽ നിന്ന് ഇന്ത്യയിലെത്തിയത് പ്രതിദിനം 1.01 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ആയിരുന്നുവെങ്കിൽ മാർച്ചിലെ ആദ്യ 2 ആഴ്ചയിൽ ഇത് 4.04 ലക്ഷം ബാരലായി മാറി. ഹോർമസ് പ്രതിസന്ധിക്കിടയിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി മെയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ തന്നെ ഹോർമസ് കടലിടുക്ക് പിന്നിട്ട ഇന്ത്യയുടെ LPG കപ്പൽ ഗുജറാത്ത് തീരത്തെത്തിയിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് സിമി എന്ന LPG കപ്പൽ ഗുജറാത്തിലെ ദീൻദയാൽ തുറമുഖത്ത് എത്തിയത്. ഏകദേശം 20,000 ടൺ പാചകവാതകമാണ് കപ്പലിലുള്ളത്. മെയ് 13 കപ്പൽ ഹോർമുസ് കടന്നത്. യുക്രൈൻ, ഫിലിപ്പൈൻസ് രാജ്യങ്ങളിൽ നിന്നുള്ള 21 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും കപ്പൽ ഗതാഗത വകുപ്പിന്റെയും ഏകോപനത്തിലൂടെയാണ് കപ്പൽ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തുടങ്ങിയ ശേഷം ഹോർമുസ് കടക്കുന്ന ഇന്ത്യയുടെ 11ാമത്തെ LPG കപ്പലാണ് സിമി. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങൾ ഇന്ത്യയുടെ ഇന്ധന ശേഖരത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നുണ്ട്. രാജ്യത്തെ ക്രൂഡ് ഓയിൽ ശേഖരത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഏകദേശം 15% കുറവുണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി അവസാനം 107 ദശലക്ഷം ബാരലായിരുന്ന ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ശേഖരം നിലവിൽ 91 ദശലക്ഷം ബാരലായി കുറഞ്ഞുവെന്ന് കമോഡിറ്റീസ് അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ വ്യക്തമാക്കുന്നു. നിലവിലെ ഉപഭോഗം കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 18 ദിവസത്തേക്ക് മാത്രമുള്ള ഇന്ധന ശേഖരമാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. നിലവിൽ ഇന്ത്യൻ റിഫൈനറികൾ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും പ്രതിസന്ധി നീണ്ടുനിന്നാൽ ഉൽപാദനത്തിൽ കുറവ് വരുത്തേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ആഗോളതലത്തിലും എണ്ണ ശേഖരത്തിൽ വലിയ കുറവുണ്ടാകുന്നതായി അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങളെ സേവിക്കുന്നത് തുടർന്ന് രാജ്യത്തിന്റെ ക്ഷമ നശിച്ചേക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ മുഖ്യ ഉപദേഷ്ടാവ് പറഞ്ഞിരുന്നു. പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ വർഷങ്ങളായി സുഹൃത്തുക്കളായും സഹോദരന്മാരുമായാണ് കണ്ടിരുന്നതെന്നും എന്നാൽ ഇറാന്റെയും പലസ്തീന്റെയും ശത്രുക്കളുമായി സഖ്യമുണ്ടാക്കാൻ അവർ ശ്രമിച്ചുവെന്നും ഉപദേഷ്ടാവായ മുഹമ്മദ് മൊഖ്ബർ പറഞ്ഞു. സ്വന്തം സ്വാതന്ത്ര്യം വിറ്റുകൊണ്ട് തങ്ങളുടെ ഭൂമിയും വീടുകളും പലസ്തീന്റെയും ഇറാന്റെയും ശത്രുക്കളുടെ കൈവശം വെച്ചു കൊടുത്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. US ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാൻ സംയമനം പാലിച്ചുവെന്നും UAE പോലുള്ള രാജ്യങ്ങളെ പ്രതികാര ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുവെന്നും മുഖ്താർ പറഞ്ഞു. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തുവന്നത്. എന്നാൽ ആ രാജ്യങ്ങൾ US സെൻട്രൽ കമാൻഡിന്റെ താവളങ്ങളായി പ്രവർത്തിക്കുന്നത് തുടർന്നാൽ ഇറാന്റെ ക്ഷമ നശിക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.